ഗുഡ് മോർണിംഗ് എവരി വൺ. ശിവ ബ്ലെസ്സിങ്സ് സ്റ്റാർ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിവൈൻ നമുക്ക് തരുന്ന മെസ്സേജിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിവൈൻ നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ മുന്നേ ഡിക്ലൈമർ പറയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴും ഇത് കാണുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബോട്ടത്തിൽ 8 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലേ, ഒരു കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ. അയാൾ ചലിക്കാതെ നിൽക്കുകയാണ്, ഒരു ചലനശേഷിയില്ല, കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം മുന്നിലുള്ളത് കാണാനും പറ്റുന്നില്ല, അനങ്ങാനും പറ്റാത്ത അവസ്ഥ. അപ്പം ഇത് സ്വയം വരുത്തി വെച്ചൊരു കാര്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു സ്വയം നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ടാവാം, നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവാം. അവിടെ നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ അത് വിട്ടേക്കുക. ആ ഒരു കാര്യം, അതായത് നിങ്ങളെ തന്നെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡി ആവുള്ളൂ. അപ്പം കിങ് ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം പെട്ടെന്ന് വരുന്നതായിരിക്കാം. അതാണ് കിങ് ഓഫ് സ്വാർഡ് കാണിക്കുന്നത്. അപ്പം അതൊരു പെട്ടെന്നുള്ള മാറ്റമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരിക്കും എന്നാണ് കിങ് ഓഫ് സ്വാർഡ്സ് കാണിക്കുന്നത്. പിന്നെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ, 10 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ എനർജിയാണ്. കുടുംബപരമായിട്ട് നിങ്ങൾക്ക് വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അപ്പോൾ 10 ഓഫ് കപ്പ് അതാണ് പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ ലോജിക്കായിട്ട് ചിന്തിക്കുക എന്നുള്ള കാര്യമാണ് കിങ് ഓഫ് സ്വാർഡ് പറയുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് സ്വാർഡ് പറഞ്ഞത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളെല്ലാം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുത്താൽ മാത്രമാണ് നിങ്ങളെ തന്നെ ഒരു കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ, ഇല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചുറ്റും ഒരുപാട് വഴികളുണ്ടാവാം, അല്ലെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ ഒരു മായ ലോകത്തെന്ന പോലെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു ഓപ്ഷനും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിലാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി എടുക്കേണ്ടി വരുന്നത്, എനിക്ക് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാകും. പക്ഷെ നിങ്ങളതൊന്നും പ്രശ്നമായിട്ട് എടുക്കരുതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാം ഒരു നല്ലത് ചെയ്യാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും അല്ലെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വളരെ പ്രാപ്തിയുള്ള ഒരാളാണെന്നാണ് 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മൂല്യവും അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ലോജിക്കായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്നുള്ള കാര്യമാണ്. അതാണ് 4 ഓഫ് വാൻഡ്സും 10 ഓഫ് കപ്പും പറയുന്നത്. അപ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ പറയാറുള്ളവരെല്ലാം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാഗ്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നാളായി ഞാൻ സഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാളായി ഇതൊക്കെ അനുഭവിക്കുന്നു, എനിക്ക് മടുത്തു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ഒരു ദിവസമെങ്കിലും
നിങ്ങൾ മെല്ലെ മെല്ലെ തുടങ്ങി നോക്കൂ. അതായത് എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തിന് ഇത്ര കഷ്ടപ്പാട് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങളൊന്ന് ദൈവം എനിക്ക് ഇത്രയും കഷ്ടപ്പാട് തന്നു, അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു നല്ല കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഞാനത് ശരിയാക്കിയാൽ, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ശരിയാക്കിയാൽ എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വരത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിച്ച് നോക്കൂ. അപ്പം നമുക്കെല്ലാം നല്ലതേ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പം മറ്റുള്ളവരായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല, പക്ഷേ അത് നമ്മളെ എന്തൊക്കെയോ പഠിപ്പിക്കാനായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ സംഭവിക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. അപ്പം എപ്പോഴും പ്രശ്നങ്ങളും സമാധാനമില്ലായ്മയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിൽ നിങ്ങൾ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ ഉള്ളിലുള്ള അവസരങ്ങൾ, പുറത്തുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ വന്നേ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ള കാര്യമാണ്. ബുദ്ധിപരമായും ലോജിക്കായിട്ടും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.